പി.കെ. കുഞ്ഞാലിക്കുട്ടി സംസാരിക്കും എന്നുള്ളത് സംബന്ധിച്ച് ചർച്ചകളും ആശയവിനിമയങ്ങളും നടക്കുന്നുണ്ട്. നിങ്ങളതിൻ്റെ ഒരു പര്യവസാനം എന്താണ് എന്ന് നോക്കിയാൽ മതി. അല്ലാതെ ഇടയിൽ വെച്ച് അല്ല അത് പ്രവചനങ്ങൾ പിന്നെ നടത്തേണ്ട ആവശ്യമില്ല. പ്രായോഗികമായി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. വിചാരിക്കുന്ന മാതിരി ഇത്രയും പറയാം, വിചാരിക്കുന്ന മാതിരി വലിയൊരു കുഴപ്പം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇല്ല, ഞാൻ പറഞ്ഞത് ഇതുവരെ എന്നുള്ള വിഷയമല്ലല്ലോ. പര്യവസാനം എന്ന് പറഞ്ഞാൽ അതുവരെയാണ്, ഇതുവരെ ഇല്ല. അതാണ് ഈ കാര്യങ്ങളിലൊക്കെ ചർച്ചകൾ നടത്തി അവസാനം ഒരു തീരുമാനം വരേണ്ടത്. ഇടയ്ക്ക് വെച്ച് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് വിചാരിക്കുന്ന മാതിരി വലിയൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഉത്തരമാണ്. അത് മതി. കേട്ടിട്ട് എന്താ നിങ്ങൾക്ക് തോന്നണേ? അതിനൊക്കെ ഒരു ആൻസർ ഉണ്ടാവുമല്ലോ അവസാനം. ഞാൻ പറഞ്ഞില്ലേ, പര്യവസാനം എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ ആകാംക്ഷാപൂർവം വളരെ ഔത്സുക്യത്തോടു കൂടി ഉത്സാഹത്തോടു കൂടി നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ആൻസർ ഉണ്ടാവും. ആ അവസാന ആൻസർ വരുന്നവരെ കണ്ടിട്ട് എന്ത് തോന്നുന്നു, ബോഡി ലാംഗ്വേജ് എന്ത് കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്നൊക്കെ നോക്കി അങ്ങനെ കൊടുക്കുക നിങ്ങൾ. അതേ പറയല്ലേ, പ്രചരണമൊക്കെ ഞങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. പ്രചരണമൊക്കെ ഇന്നലെ വളരെ ഉഷാറല്ലേ. ഇത് ഒരു നല്ല സ്പിരിറ്റിൽ, നിങ്ങൾക്കറിയാം ലീഗിൻ്റെ ഒരു പോളിസി എപ്പോഴും കണ്ടിട്ടില്ലേ, ഞങ്ങൾ വളരെ അങ്ങോട്ട് നെഗറ്റീവായിട്ട് പിന്നെ നേതാക്കന്മാരെ ഒന്നും പേഴ്സണലായിട്ടൊന്നും കുറ്റം പറയില്ല. എന്നാൽ അതേ അവസരം നിശ്ചിതമായി പൊളിറ്റിക്കലായിട്ട് വിമർശിക്കും, നല്ല പോലെ ഇലക്ഷൻ രംഗത്ത് വർക്ക് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തിന് വേണ്ടി കാര്യമായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇന്നലെ ആരംഭിച്ചു കഴിഞ്ഞു. നേതൃയോഗം നേരത്തെ ചേർന്ന് അൻവറിനെ സഹകരിപ്പിക്കാൻ വി.ഡി. സതീശനെ ചുമതലപ്പെടുത്തിയാണല്ലോ. അൻവർ പറയുന്നു വി.ഡി. സതീശനാണ് എല്ലാത്തിനും എതിരെ നിൽക്കുന്നതെന്ന്. അതിപ്പോ ഇന്നലെ വരെ എല്ലാവരും അതൊക്കെ ഇന്നലെ വരെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഇന്നലെയും ഇന്നും തുടർന്നും സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അത് പോസിറ്റീവായി പര്യവസാനിക്കും എന്നാണ് എൻ്റെ തോന്നൽ. ഓക്കെ. പോസിറ്റീവായി പര്യവസാനിക്കുമെല്ലാം എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണമാണ് കണ്ടത്. അതിൽ പ്രത്യേകിച്ച് അസ്വാരസ്യങ്ങളില്ലാതെ എല്ലാ കാര്യങ്ങളും പരിഹരിക്കപ്പെടും, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് അദ്ദേഹം തുടരുകയാണ്. കേട്ട് അഭിപ്രായം പറഞ്ഞാൽ വലിയ പടലായിരിക്കും. അല്ല, ആ ചാക്കുന്ന പുറത്തു ചാടിയതല്ലേ ഇപ്പൊ അൻവർ. അപ്പൊ ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ അപ്രസക്തമായ ക്വസ്റ്റ്യൻസ് ആണ്. കുഴപ്പമില്ല. പി.കെ. കുഞ്ഞാലിക്കുട്ടിയാണ്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ.